UNO ജലശതാബ്ദ വർഷമായി ആചരിക്കുന്നത്? UNO ജലശതാബ്ദ വർഷമായി ആചരിക്കുന്നത് 2005 to 2015. UNO ജലശതാബ്ദ വർഷമായി ആചരിക്കുന്നത് 2005 to 2015. ലോക ടെലിവിഷൻ ദിനം. ലോക ടെലിവിഷൻ ദിനം നവംബർ 21. ലോക ടെലിവിഷൻ ദിനം നവംബർ 21. മാരികൾച്ചർ ഇതുമായി ബന്ധപ്പെട്ടതാണ്. കടൽ മത്സ്യകൃഷി. മാരികൾച്ചർ ഇതുമായി ബന്ധപ്പെട്ടതാണ്. കടൽ മത്സ്യകൃഷി. മാരികൾച്ചർ ഇതുമായി ബന്ധപ്പെട്ടതാണ്. കടൽ മത്സ്യകൃഷി. ബ്രദർഹുഡ് ഏത് രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ്? ബ്രദർഹുഡ് ഏത് രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഈജിപ്ത്. ബ്രദർഹുഡ് ഏത് രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഈജിപ്ത്. വൈറ്റമിൻ B1 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. വൈറ്റമിൻ B1 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ബെറിബറി. വൈറ്റമിൻ B1 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ബെറിബറി. 2012 വയലാർ അവാർഡിന് അർഹനായത്. 2012 വയലാർ അവാർഡിന് അർഹനായത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2012 വയലാർ അവാർഡിന് അർഹനായത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഭാവിയിലെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം. ഭാവിയിലെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം ടൈറ്റാനിയം. ഭാവിയിലെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം ടൈറ്റാനിയം. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓസ്കാലിക് ആസിഡ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓസ്കാലിക് ആസിഡ്. ഡോട്ട് ചികിത്സ ഏത് രോഗത്തിനുള്ള ചികിത്സയാണ്? ഡോട്ട് ചികിത്സ ഏത് രോഗത്തിനുള്ള ചികിത്സയാണ്? ഉത്തരം ക്ഷയം. ഡോട്ട് ചികിത്സ ഏത് രോഗത്തിനുള്ള ചികിത്സയാണ്? ക്ഷയം. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത്. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ്. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരം. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരം സച്ചിൻ ടെണ്ടുൽക്കർ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരം സച്ചിൻ ടെണ്ടുൽക്കർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ. പീരിയോഡിക് ടേബിളിൻ്റെ 100ാമത്തെ മൂലകം. പീരിയോഡിക് ടേബിളിൻ്റെ 100ാമത്തെ മൂലകം ഫെർമിയം. പീരിയോഡിക് ടേബിളിൻ്റെ 100ാമത്തെ മൂലകം ഫെർമിയം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ. ഓർത്തൂസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത്? ഓർത്തൂസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത്? ഹെൻറിക് വാൻ റീഡ്. ഓർത്തൂസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത്? ഹെൻറിക് വാൻ റീഡ്. കേരളത്തിലെ വ്യവസായ നഗരം ഏത്? ആലുവ. കേരളത്തിലെ വ്യവസായ നഗരം ഏത്? കേരളത്തിലെ വ്യവസായ നഗരം ആലുവ. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കേരളം. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കേരളം. ഗായ്മുഖ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗായ്മുഖ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗംഗ. ഗായ്മുഖ് ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗംഗ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത്? ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത്? കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത്? കവരത്തി. പശ്ചിമ ബംഗാളിൻ്റെ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമ ബംഗാളിൻ്റെ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമ ബംഗാളിൻ്റെ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? കാൽ ബൈശാഖി. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ഡൽഹി. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ഡൽഹി. ഏത് സംഭവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത്? ഏത് സംഭവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത്? ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം. ഏത് സംഭവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം. ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് കൻവർ സിംഗ്. ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് കൻവർ സിംഗ്. ബ്രിട്ടീഷുകാർക്കെതിരെ
സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത്? ബിർസ മുണ്ട. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത്? ബിർസ മുണ്ട. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചതാര്? ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചതാര്? സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചതാര്? സുരേന്ദ്രനാഥ ബാനർജി. ഇപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. UNO ജലശതാബ്ദ വർഷമായി ആചരിക്കുന്നത്? 2005 to 2015. ലോക ടെലിവിഷൻ ദിനം നവംബർ 21. മാരികൾച്ചർ ഇതുമായി ബന്ധപ്പെട്ടതാണ്. കടൽ മത്സ്യകൃഷി. ബ്രദർഹുഡ് ഏത് രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഈജിപ്ത്. വൈറ്റമിൻ B1 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? ബെറിബെറി. 2012 വയലാർ അവാർഡിന് അർഹനായത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം? ടൈറ്റാനിയം. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഓസ്കാലിക് ആസിഡ്. ഡോട്ട് ചികിത്സ ഏത് രോഗത്തിനുള്ള ചികിത്സയാണ്? ക്ഷയം. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത്? ആർക്കിമിഡീസ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരം? സച്ചിൻ ടെണ്ടുൽക്കർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി? ഫീമർ. പീരിയോഡിക് ടേബിളിൻ്റെ 100ാമത്തെ മൂലകം? ഫെർമിയം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? പന്നിയൂർ. ഓർത്തോസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത്? ഹെൻറിക് വാൻ റൈഡ്. കേരളത്തിലെ വ്യവസായ നഗരം ഏത്? ആലുവ. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കേരളം. ഗായമുക്ക് ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗംഗ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത്? കവരത്തി. പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? കാൽ ബൈശാഖി. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം? ഡൽഹി. ഏത് സംഭവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം. ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത്? കൺവർ സിംഗ്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത്? ബിർസ മുണ്ട. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആര്? സുരേന്ദ്രനാഥ ബാനർജി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു.